സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം യുദ്ധഭീഷണിയിലേക്ക് വഴിമാറുന്നു. ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടി സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ഒരു പ്രമുഖ പാക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജലം തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും ജലലഭ്യത തടസ്സപ്പെടുത്താൻ ഇന്ത്യ നീങ്ങുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം യുദ്ധം ആരംഭിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയുടെ ഒഴുക്ക് ഇന്ത്യ പൂർണ്ണമായും തടഞ്ഞേക്കുമെന്ന സൂചന നൽകുന്ന ഇന്ത്യൻ ജലശക്തി മന്ത്രി CR പാട്ടീലിന്റെ വീഡിയോ ക്ലിപ്പ് പുറത്തുവന്നതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ കടുത്ത പ്രതികരണം. ജലം ഞങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഭീഷണി നേരിടുന്നുവെന്ന് തോന്നുന്ന നിമിഷം ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിക്കും. അത് തീർച്ചയാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. 2025 ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനു പിന്നാലെയാണ് ഇന്ത്യ 1960 ചരിത്രപ്രസിദ്ധമായ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ന്യൂഡൽഹി. ലോകബാങ്കിന്റെ മധ്യസ്ഥയിലുണ്ടാക്കിയ ഈ കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ 80% വെള്ളവും പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. നിലവിൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയാണ്. ചെനാബ് നദിയിലെ വെള്ളം തിരിച്ചുവിടാൻ ഇന്ത്യ നദി സംയോജന പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്ന് ആരോപിച്ച് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ സഹായം തേടിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ആഭ്യന്തര ജലക്ഷാമവും മൂലം വലയുന്ന പാകിസ്ഥാനെ ഇന്ത്യയുടെ പുതിയ ജലനയങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതോടെ കൂടുതൽ വഷളാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.